ഹായ്, ഞാൻ ഗിരി തൃശ്ശൂർ വീണ്ടും വന്നു. സ്റ്റാൻഡപ്പ് ആയിട്ട് വീണ്ടും വന്നു. സാർ അന്നേലും വിളിക്കുന്ന ഒരു പ്രതീക്ഷ. ഏതായാലും ഞാൻ ഇന്നത്തെ സ്റ്റാൻഡപ്പ് തുടങ്ങുകയാണ്. കുടിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരെ വിശ്വസിക്കാം, അല്ല കുടിക്കും എന്ന് പറയുന്ന ആൾക്കാരെ, മദ്യം കുടിക്കും എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ബീർ മാത്രമേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം അതൊരു മനുഷ്യനെ കളിയാക്കണ പോലത്തെ വർത്താന. ഏതായാലും ഞാൻ മദ്യം കഴിക്കില്ല, ഞാൻ മദ്യം കഴിക്കാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഞാൻ ടൗണിൽ നടന്നു പോവായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു മൊബൈൽ നമ്മുടെ സംഭവം വന്നു. വാട്സപ്പിൽ വോയിസ് വന്നപ്പോൾ അത് ചെക്ക് ചെയ്ത് നടക്കായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞാൽ വീണു, കാലം തട്ടി ഇടിഞ്ഞു ഇടിഞ്ഞു നിലത്ത് ഫുട്പാത്തിൽ വീണു. അത് കഴിഞ്ഞ് ഞാൻ വീടെത്തി നോക്കിയപ്പോൾ വാർത്താ ചാനൽ മുഴുവൻ ഞാൻ നിറഞ്ഞു നിൽക്കണം. കാരണം ഞാൻ വീഴുന്നത് ബാറിൻ്റെ മുന്നിലായിരുന്നു. ലഹരിയിലേക്ക് വീഴുന്ന യുവത്വം എന്നും പറഞ്ഞിട്ട് ക്യാപ്ഷൻ. ഞാൻ നോക്കുമ്പോൾ എല്ലാ ചാനലിലും എൻ്റെ മുഖം, ഞാൻ വീണ ഭാഗവും മൊബൈൽ നോക്കുന്ന ഭാഗമൊക്കെ അതിൽ ലഹരിയിലേക്ക് വീഴുന്ന യുവത്വം. ആദ്യം എനിക്ക് ദേഷ്യമൊക്കെ വന്നു, പിന്നെ എനിക്ക് സന്തോഷമായ കാര്യം ടി വിയിൽ മുഖം കാണാനുണ്ട്, സിനിമയിലും മുഖം കാണാൻ കുറേ ഓടി നടന്നു, ഒരിക്കലും കാണാൻ പറ്റില്ല. എങ്ങനെയും എൻ്റെ മുഖം വന്നില്ലെന്ന് കരുതി ഞാൻ സന്തോഷിച്ചു. ഏതായാലും ഈ മദ്യം കഴിക്കാഞ്ഞിട്ടാണ് ഞാൻ ഇടിഞ്ഞു വീണത്. അപ്പോൾ എനിക്കൊരു വാശി, ഇതിൻ്റെ രസം എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മുടെ അച്ചാച്ചൻ കള്ള് വാങ്ങി വയ്ക്കും. ഡെയിലി ആൾ സന്ധ്യ ആകുമ്പോൾ കള്ള് കുടിക്കും, വീട്ടിൽ വാങ്ങി കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അച്ചാച്ചൻ കാണണ്ട അതിന് കുറച്ച് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ട് അതിൽ കുറച്ച് കഞ്ഞൾ വെച്ച് വെച്ചു. പോരെ ബുക്കിൽ അന്ന് വൈകുന്നേരമായപ്പോൾ അച്ചാച്ചൻ ആകെ സീനാക്കി. ആൾക്ക് മനസ്സിലായി ഞാൻ എടുത്തേക്കണെന്ന്. എന്നിട്ട് അപ്പം അച്ഛനെ വിളിച്ചു. അച്ഛനും അച്ചാച്ചനും സംസാരിക്കണപ്പോൾ ഞാൻ ഓടിച്ചു വന്നു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു ഇവനാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. കാര്യം നീ മദ്യം കഴിച്ചോ, നോണ പറയരുത്, മനസ്സിലായ? നീ ഇപ്പം ആരുടെ കഞ്ഞാലും ഇപ്പോൾ വാങ്ങി കുടിച്ചോ, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് വയ്ക്കാനോ കഞ്ഞവെള്ളം വെച്ച് വയ്ക്കാനോ ചെയ്യരുത്, നോണ പറയരുതെന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം എന്താ വെച്ചാൽ ആൾമാർ വന്നപ്പോൾ അച്ഛൻ്റെ പൈനും കുപ്പിരിക്കുന്നു. അന്ന് പകുതി അച്ഛൻ അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ രസം അറിയണല്ലോ, ഞാൻ അതിന് എടുത്തിട്ട് ഒരു 1.5 പാക്ക് എടുത്ത് ഞാനും കഴിച്ചു. അതിൻ്റെ അച്ഛൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് അച്ഛാ ഞാൻ നോണൊന്നും പറയണില്ല, അച്ഛൻ്റെ പൈനും കുപ്പി ഞാൻ 1.5 പാക്കത്ത് അടിച്ചു, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പറയല്ല അച്ഛൻ ഒറ്റടി പടക്കേന്ന് ഒറ്റടിയാ ഇടിഞ്ഞു പൊളിഞ്ഞാൽ വീണു. ഞാനല്ല, അച്ഛൻ തന്നെ. കാരണം അച്ഛൻ അടിച്ച വഴിക്ക് ഞാൻ ഒഴിഞ്ഞു മാറി. അച്ഛൻ പൈൻ്റെ ഉപ്പിരെ പകുതി അടിച്ചിട്ട് നിൽക്കുന്നത്. ഒഴിഞ്ഞു മാറിയ വഴിക്ക് അച്ഛൻ്റെ കൈ പോയിട്ട് വാതിലും അടിച്ചു. അച്ഛൻ്റെ ബാലൻസ് മാറ്റി ഇടിഞ്ഞു പൊളിഞ്ഞാൽ ഇടിഞ്ഞു വലിപ്പം അങ്ങനെ. എന്താന്ന് വെച്ചാൽ അച്ഛൻ്റെ അപ്പുറത്തെ ഇന്നലെ പറഞ്ഞ ആ തത്വമൊക്കെ പോയി. ഏത് നുണ പറയരുതെന്ന്. ഞാൻ അടിച്ചപ്പോൾ ആ നുണ പറയാൻ പാടില്ല എന്താ തത്വമൊക്കെ മറന്നു അച്ഛൻ. അപ്പോൾ ഈ 1.5 പാക്ക് അടിച്ചപ്പോൾ എൻ്റെ നൊസ്റ്റോളജി എനിക്ക് വർക്കൗട്ടായി. കാര്യം നമ്മൾ പണ്ട് പാടത്ത് ക്രിക്കറ്റ് കളിച്ചത്, കൂട്ടുകാരന്മാരെ ഒത്തുകൂടിയത്, അതൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നു. അന്ന് ഞങ്ങൾക്കൊരു ബോൾ വാങ്ങണമെങ്കിൽ ഷെയർ ഇടണം. 50 രൂപ ഒരു ബോൾ, ഇപ്പോൾ ടെന്നീസ് ബോൾ വാങ്ങണം, എല്ലാവരും ഷെയർ ഇടണം. 50 രൂപ ഒരു ബോൾ വാങ്ങണമെങ്കിൽ. ഇന്ന് എനിക്ക് 10 ബോൾ വാങ്ങാനും 10 ബാറ്റ് വാങ്ങാനും കാശുണ്ട്, പക്ഷെ ആളില്ല കളിക്കാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓരോരുത്തരെ കോൺടാക്ട് ചെയ്തു. എന്ത് ബാറ്റ് ഞാൻ വാങ്ങാം, ബോൾ ഞാൻ വാങ്ങും, നീ ഒന്ന് വരുമോ, കുറേ എൻ്റെ സുഹൃത്തിനെ വിളിക്കുകയാണ്, നീ ഒന്ന് വരും, നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ലടാ, എനിക്ക് നീ വിളിച്ചത് സന്തോഷമുണ്ട്, എനിക്ക് ക്രിക്കറ്റ് കളിക്കണമെന്നൊക്കെ എത്ര വർഷമായി നമ്മൾ കളിച്ചിട്ട്, ഇന്ന് വരാൻ പറ്റടാ, അളിയൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, അവൻ കൊണ്ടുവന്ന് നെടുമ്പാശ്ശേരിക്ക് പോകണം എന്ന് പറഞ്ഞു. അവനെ ഫോൺ കണ്ട് വേറെ ഒരുത്തനെ വിളിച്ചു ഞാൻ. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ കരച്ചിൽ വാങ്ങിക്കണ്ടാ, എനിക്ക് സങ്കടം പറഞ്ഞോടാ, നമ്മളൊക്കെ അത്ര വർഷമായി കളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റില്ല, മോൾക്ക് വയ്യാത്ത കാരണമാണ്, നീ വേറെ ദിവസം വിളിക്കുന്നു പറഞ്ഞു. ഏത് ഞാൻ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഓരോരുത്തർ ഈ 2 പേരെങ്കിൽ പ്രത്യേകം പറയണം. അങ്ങനെ ഞാൻ ഓരോരുത്തർ വിളിക്കുമ്പോഴും എല്ലാവർക്കും ഓരോ ഒഴിവുകൾ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഈ ബാറ്റും ബോളും വാങ്ങണ കാശുകൊണ്ട് ഒരു ഫുള്ള് അങ്ങോട്ട് വാങ്ങി. ആ ഫുള്ള് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ആദ്യം വിളിച്ച നെടുമ്പാശ്ശേരിക്ക് പറഞ്ഞു വിളിച്ചോണ്ടാ, ഞാൻ ഫുള്ള് വാങ്ങിയിട്ടുണ്ട്, വരാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ നിനക്ക് അളിയുടെ അടുത്ത് അളിയുടെ പെങ്ങൾ പോയി കൊണ്ടുവന്നോടാ, ഞാൻ പോടി വരാമെന്ന്. മദ്യത്തിൻ്റെ പവർ കണ്ട. അപ്പോൾ നൊസ്റ്റോളജിയും പോയി, എല്ലാം കൊണ്ടാറും പോയി. അത് കഴിഞ്ഞ് മറ്റേ പയ്യനെ ഞാൻ വിളിച്ചു, മോൾക്ക് വയ്യാത്തതിന് കൊണ്ടാ, ഞാൻ ഒരു ഫുള്ള് വാങ്ങിയിട്ടുണ്ട്, നിനക്ക് വരാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ വരാം, അതിനെന്താ? അപ്പോൾ മോൾക്ക് പോയാ മോളമ്മ ഭാര്യ കൊണ്ടോക്കോളും, അത് ചെറിയ ചുമയുള്ളൂന്ന്. അവിടെയും നൊസ്റ്റോളജിയ പോയി. മദ്യത്തിൻ്റെ ഒരു പവർ കണ്ട. അതായത് നൊസ്റ്റോളജിയ വർക്കൗട്ട് ചെയ്ത് കരഞ്ഞ് കാല് ഒഴിവ് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ അതേ മദ്യം വന്നപ്പോൾ ഓടി വരാമെന്ന് പറഞ്ഞു. ഇതാണ് മദ്യത്തിൻ്റെ പവർ. ഞാൻ മദ്യത്തിൻ്റെ പ്രൊമോഷൻ ചെയ്തതല്ല, ഞാൻ മദ്യത്തിൻ്റെ ചെറുതായിട്ട് ട്രോളാൻ നോക്കിയതാണ്, ചെറുതായിട്ട് ട്രോളി, ഇത്രേ ഉള്ളൂ. ഏതായാലും മദ്യം ഏത് രീതിയിൽ കഴിക്കാനും എന്തിൻ്റെ പേരിൽ മദ്യം കഴിക്കാനും അത് ശരീരത്തിന് ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോഷൻ നിർത്താണ്. വിളിച്ചാൽ സന്തോഷം. താങ്ക്